നമസ്കാരം ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഹോസ്റ്റൽ കിച്ചണിലാണുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ അടിപൊളി നാടൻ നെയ്യ് ഉണ്ടാക്കാൻ പോവാണ്. ആക്ച്വലി വീട്ടിൽ അമ്മ എപ്പോഴും ഉണ്ടാക്കാറ്, അങ്ങനെ പുറത്തൊന്നും മേടിക്കാറില്ല നെയ്യ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഉണ്ടാക്കാം. ഇതിപ്പോൾ മൂന്നാമത്തെ ആളാണ് ഈ ഹോസ്റ്റലിൽ ഇപ്പോൾ നമ്മൾ വന്നതിന് ശേഷം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഒരു 1.5 മാസം കൊണ്ട് ശേഖരിച്ച് വെച്ച്, 2 മാസമായി തോന്നുന്നു, അതൊന്ന് ശേഖരിച്ച് വെച്ച് പാൽപ്പാടയാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് പാൽ മേടിച്ച് തിളപ്പിച്ച് ഇതിൻ്റെ പാട മാറ്റി വയ്ക്കും. അങ്ങനെ നമ്മളൊന്ന് അടിക്കാൻ പോകും. ഇത് ഓരോ തവണ ഇങ്ങനെ പാൽ ചൂടാക്കിയിട്ട് ഞാൻ ഇങ്ങനെ പാട എടുത്ത് മാറ്റി വയ്ക്കും. കുറച്ചായി കഴിയുമ്പം നല്ല പുളിപ്പുള്ള ഒഴിച്ച് വയ്ക്കും കേട്ടോ. ഒരു തവണ മോര് ഒഴിച്ചാൽ മതി, എപ്പോഴും ഒഴിക്കേണ്ട. അപ്പോൾ അത് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് വെച്ചിരിക്കുന്നതാണിത്. തണുത്ത വെള്ളമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, കാരണം അടിച്ച് അതിൻ്റെ കട്ടയായിട്ട് കിട്ടാനായിട്ട് തണുത്ത വെള്ളം യൂസ് ചെയ്യുന്നത്. തണുത്ത വെള്ളവും ഐസ് ക്യൂബ് കൂടി ഒരുമിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പം പെട്ടെന്ന് ഞാനിപ്പോൾ ഹാഫ് എടുത്തിട്ടുള്ളൂ, കാരണം ഒറ്റയടിക്ക് അടിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫ് അടിച്ചെടുക്കാം. പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പം തറവാട്ടിൽ അമ്മ ഇങ്ങനെ മറ്റേ കടകോലും കൊണ്ട് വെണ്ണ ഇങ്ങനെ കടഞ്ഞെടുക്കണ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ മിക്സിയൊക്കെ യൂസ് ചെയ്യുക, പക്ഷെ പണ്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ തുറന്നപ്പം കുറച്ച് കട്ടയായിട്ടുണ്ട്. ഒന്നുകൂടി അത് കട്ടയായി വരാനായിട്ട് നമ്മൾ തണുത്ത വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലപോലെ അടിച്ചെടുക്കുമ്പോഴത്തേക്കും പിന്നെയും കുറച്ചും കൂടി തരി ഇങ്ങനെ വിട്ട് വരുന്ന പോലെ വന്നു. അപ്പോൾ അത് കുറച്ചും കൂടി ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരുമ്പോൾ ഒരു കട്ടയായിട്ട് ഇനി നമുക്കിത് കട്ട പോലെ എടുത്തിട്ട് വെള്ളത്തിലേക്ക് മാറ്റണം. തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും ഒരു ബാച്ചും കൂടി അടിക്കാനുണ്ടല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ അതിന് വേണ്ടി തണുത്ത വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാത്രത്തിലേക്ക് നമ്മളിങ്ങനെ അത് ഉണ്ടയാക്കിയിട്ട് സ്പൂൺ കൊണ്ട് തന്നെ കോരി നമ്മൾ അതിനകത്തേക്ക് ഇടുകയാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണേ. എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെയാണോ നെയ്യ് ഉണ്ടാക്കാറെന്നും പറയണം കേട്ടോ. ഈ സെക്കൻഡ് സെറ്റ് വീണ്ടും ഇതുപോലെ തന്നെ അടിച്ചെടുക്കും. അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന സെക്കൻഡ് സെറ്റ് നമ്മൾ ഫുൾ അടിച്ചെടുത്തു. അതേപോലെ തന്നെ സെയിം പ്രോസസ്സിൽ നമ്മൾ അടിച്ചെടുത്തു. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇത് 3 തവണ കഴുകിയെടുക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പുളിപ്പ് പോകാൻ നമ്മൾ ഇപ്പം മോരെ കുറച്ച് പുളിപ്പിച്ചിട്ടാണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ പുളിപ്പും കാര്യങ്ങളൊക്കെ പോകാനും അതുപോലെ കാച്ചുമ്പം നല്ല വാസന വരാനും ഒക്കെ ആയിട്ടാണ്, പുളിപ്പ് മെയിനിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കഴുകിയെടുക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ കടഞ്ഞെടുക്കുന്ന വെണ്ണ. അപ്പം ഇതാണ് നമ്മൾ പറയുന്നത് വെണ്ണ. അങ്ങനെ 3 വട്ടം കഴുകിയെടുക്കണം. അപ്പോൾ ഓരോ തവണ കഴുകി വെള്ളം മാറ്റി അങ്ങനെ 3 വട്ടം കഴുകിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പത്ത് നമ്മൾ കുറച്ച് അടി കട്ടിയുള്ള പാത്രം വയ്ക്കണം. അതുപോലെ എപ്പോഴും തീ സിമ്മിൽ വേണം വയ്ക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോണ പോലെ പോവും. നമ്മൾ സിമ്മിൽ വെച്ചാണ് ആക്കാനായിട്ട്. അപ്പം സിമ്മിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റേ വെണ്ണക്കട്ട നമ്മൾ ഇട്ടു. ആദ്യമൊക്കെ നല്ല ഇനി ഇത് നമുക്കൊരു ചില്ലുകുപ്പിയിലിട്ട് ഞാൻ സൂക്ഷിക്കണം കേട്ടോ. ഒരു കുപ്പി കഴുകി ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ആക്കി എടുത്തപ്പോഴത്തേക്കും ഒരു ഗ്ലാസിൻ്റെ അത്രയും നമുക്ക് നെയ്യ് കിട്ടി. അപ്പം ഇനി അത് കുപ്പിയിലേക്ക് ഒഴിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. വീട്ടിലുള്ളപ്പോഴും അമ്മ നെയ്യ് അങ്ങനെ ഉണ്ടാക്കിയ കണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും അമ്മയോട് എല്ലാ സ്റ്റെപ്പും ചോദിച്ച് അമ്മ കഴിഞ്ഞ ഉണ്ടാക്കിയ നെയ്യാണ്ടോ ഇത്രയും. അപ്പം അതിൽ ഇത്രയും ഇനി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോഴത്തേക്ക് അടുത്ത ഉണ്ടാക്കി ഈ നെയ്യ് തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നെയ്യ് എടുക്കാം. കുപ്പിയുടെ ഇത്രയും നെയ്യ് കിട്ടിയിട്ട് നെയ്യ് കാച്ചിട്ട് ബാക്കി വന്നതാണ് കേട്ടോ. ഇത് കീടെന്ന് എൻ്റെ അവിടെ പറയാം. ഇതിൽ അമ്മ ചെറിയുള്ളി മൂപ്പിച്ച് നല്ല ചൂട് ചോറൊക്കെ ഇട്ട് തരും. അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾ പിറ്റേ ദിവസം അങ്ങനെ കഴിക്കുകയും ചെയ്തു. നിങ്ങൾ എത്ര പേര് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെന്ന് പറയണേ.